സംബന്ധിച്ചിടത്തോളം അത് പ്രത്യക്ഷമായിരിക്കില്ല. ഇതിനെതിരെ സംസാരിച്ചിട്ടില്ലെങ്കിലും അവർക്ക് സഹായകമാണ്. പോപ്പുലർ ഫ്രണ്ടുകാര് നമ്മുടെ നാട്ടിൽ കാണിക്കുന്ന ഭീകരവാദത്തെ എല്ലാ മുസ്ലിം സംഘടനകളും അംഗീകരിക്കുന്നു എന്നും അനുകൂലിക്കുന്നെന്നും അവരതിനെ വളർത്തിക്കൊണ്ടുവരുന്നെന്നും പറയാൻ കാരണം എന്താണ്? ഇവരുടെ ഭീകരവാദത്തെ മറ്റുള്ള സംഘടനകൾ എതിർക്കാത്തത് കൊണ്ട്. ഈ എതിർക്കാത്തതും ഒരു തരം മൗനാനുവാദമാണ്, അവരെ വളർത്തിക്കൊണ്ടുവരല് തന്നെയാണ്. ഭീകരവാദത്തെ സഹായിക്കുന്ന പ്രത്യക്ഷവും പരോക്ഷവുമായ ശ്രമങ്ങളെ, അത്തരം കൃത്യങ്ങളെ നമ്മൾ തടഞ്ഞേ മതിയാകൂ, എതിർത്തേ മതിയാകൂ. കാശ്മീരി പണ്ഡിറ്റുകൾക്ക് വേണ്ടി മഹാറാലി നടത്താത്ത ആളുകളെ കുറിച്ച് നിങ്ങൾക്കറിയാമോ? 1921 ഹിന്ദുക്കളെ കൂട്ടക്കൊല നടത്തിയ സമയത്ത് അതിനകത്തും കുട്ടികളും സ്ത്രീകളും ഉണ്ടായിരുന്നു എന്ന് ചിന്തിച്ചില്ല. അതിനെ അപലപിക്കാൻ മനസ്സ് കാണിക്കാത്ത ആളുകളെ കുറിച്ച് നിങ്ങൾക്കറിയാമോ? കാശ്മീരിലെ ഭീകരവാദത്തിനെതിരെ ഒരു മെഴുകുതിരി കത്തിച്ച പ്രതിഷേധവും ഉണ്ടാക്കിയില്ല, അതിനെതിരെ ഹർത്താലും നടത്തിയില്ല. ഇസ്രായേലിലെ കുരുന്നുകളുടെ കഴുത്തറുത്ത് കൊന്നപ്പോഴും അവിടെയുള്ള സ്ത്രീകളെ ബലാത്കാരം ചെയ്ത സമയത്തും നിരപരാധികളെ തട്ടിക്കൊണ്ടുപോയി കൊന്നു കളഞ്ഞപ്പോഴും മൃതദേഹത്തിൽ ചവിട്ടുകയും അതിൽ മലമൂത്ര വിസർജനം നടത്തുകയും ചെയ്തപ്പോൾ മൗനികളായ ആളുകൾ ഇവർ ഭാരതത്തിനെതിരെ സമരം ചെയ്യുന്ന ആളുകളാണ്. ഇവർ മനുഷ്യ മനസാക്ഷിക്കെതിരെ നിൽക്കുന്ന ആളുകളാണ്. ഇവരൊരിക്കലും പലസ്തീനിലെ നോക്കി കരയുന്നതും റാഫയിലേക്ക് കണ്ണിട്ടിരിക്കുന്നതും ഒരിക്കലും ഇവരുടെ മനുഷ്യത്വം കൊണ്ടല്ല, മതം നോക്കിയിട്ടാണ്. വേട്ടക്കാര് മുസ്ലിങ്ങളായി വരുമ്പോൾ ഒരു പ്രത്യേക തരം മൗനം. ഇവർക്കൊരൊറ്റ മുദ്രാവാക്യമേ ഉള്ളൂ, അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ എന്ന ഒറ്റ മുദ്രാവാക്യം മാത്രം. പക്ഷേ കേരളം ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു മുദ്രാവാക്യമുണ്ട്. അതാണ് 9 വയസ്സുകാരൻ ഉറക്കെ പറഞ്ഞതും അവനിൽ നിന്നും ഈ കേരളം മുഴുവനും മുഴങ്ങിക്കേട്ട മുദ്രാവാക്യവും അതാണ്: അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തുവെച്ചോളൂ. ഒന്നുകൂടെ മറന്നടാ, ഒന്നുകൂടെ മറന്നടാ. കുന്തിരിക്കം വാങ്ങിച്ച് വീട്ടിൽ കാത്തുവെച്ചോളൂ. വരുന്നുണ്ടടാ, വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലൻ മാറും. മനസ്സിലായോ? കാലന്മാരിറങ്ങിയിട്ടുണ്ട്. അവര് നിങ്ങളുടെ പുറകെ ഉണ്ട്. ഇവിടെ മുസ്ലിങ്ങൾ മാത്രം മതി. ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും മരണാനന്തര കൃത്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ തയ്യാറാക്കിയിരുന്നു. വീട്ടിൽ മരണാനന്തര കൃത്യങ്ങൾക്കുള്ള എല്ലാ സംവിധാനവും റെഡിയാക്കി വെച്ചോ. നിങ്ങളുടെ കാലന്മാരായി ഞങ്ങളിതാ ഇറങ്ങിക്കഴിഞ്ഞു. ഈ മുദ്രാവാക്യക്കാർക്ക് BJPക്ക് ലഭിച്ച ഭൂരിപക്ഷം ലഭിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്നൊന്ന് ആലോചിച്ച് നോക്കിക്കോ. അവരുടെ കയ്യിൽ രാജ്യത്തിന്റെ ചെങ്കോലും കിരീടവും വന്നാൽ എങ്ങനെ ഇരിക്കുമെന്ന് ആലോചിച്ച് നോക്കിക്കേ. ആ സിംഹാസനത്തിൽ ഇവരിരുന്ന് ജനാധിപത്യത്തെ വ്യഭിചരിക്കുന്ന രീതി നിങ്ങളൊന്ന് ചിത്രീകരിച്ചു നോക്കിക്കേ, മനസ്സിന്റെ ഏതെങ്കിലും ഒരു കോണിലെങ്കിലും. ഇവര് ശരീഅത്ത് എന്ന 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്രമതം ഒരു കയ്യിൽ ആയുധവുമായി മതേതരത്വം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ഇറങ്ങുന്ന ദൃശ്യങ്ങൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. അന്ന് മതേതരത്വം എന്താണ് എന്ന് ജനങ്ങൾ പരസ്പരം ചോദിക്കും. മറ്റു മതക്കാരും ഇവിടെ വേണ്ട എന്ന തലത്തിലേക്ക് ഇവര് അട്ടഹാസം മുഴക്കുന്നതിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. 100 ഗുജറാത്ത് ഇവിടെ ആവർത്തിക്കും, 100 മലബാർ കലാപം ഇവിടെ ആവർത്തിക്കും. മുസ്ലിങ്ങൾ വിചാരിക്കുന്നത് ഈ ലോകം മുഴുവനും അള്ളാഹു അവർക്കു വേണ്ടി സൃഷ്ടിച്ചതാണെന്നാണ്, സ്വർഗം അവർക്കു വേണ്ടി സൃഷ്ടിച്ചതാണെന്നാണ്, അള്ളാഹു അവരുടേത് മാത്രമാണെന്ന ഈ ലോകത്തിന്റെ വായുവും വെള്ളവും ഈ ലോകത്തുള്ള സകലമാന സൗകര്യങ്ങളും മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം അള്ളാഹു നിർമ്മിച്ചെടുത്തത് കൊണ്ട് ഇവിടെ മുസ്ലിങ്ങൾ ജീവിക്കേണ്ട, അവരർഹതയില്ലാത്തവരാണ്. അവര് വേണമെങ്കിൽ മുസ്ലിങ്ങളെ അനുസരിച്ച് അവരുടെ ചൊൽപ്പടിക്ക് നിന്നോ. അതാണ് ഗലീബും ചലീബും ഒക്കെ പറഞ്ഞില്ലേ, കാശ്മീർ ഫയൽസിൽ കേട്ടില്ലേ? ഒന്നുകിൽ ഞങ്ങൾക്ക് നികുതി തന്നിവിടെ പട്ടിയെ പോലെ ജീവിച്ചോ, അതല്ലെങ്കിൽ നാട് വിട്ടുപോയിക്കോ, അതല്ലെങ്കിൽ കഴുത്തിങ്ങോട്ട് നീട്ടിക്കോ, ഞങ്ങൾ അങ്ങോട്ട് വെട്ടിത്തള്ളാം.
അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ആളുകൾ അള്ളാഹുവിന്റെ ഭൂമിയിൽ വേണ്ടെന്നും അള്ളാഹു ഇഷ്ടപ്പെടാത്ത ആളുകളെ കൊന്നു വേഗം നരകത്തിലേക്ക് അയക്കുന്നതാണ് അള്ളാഹുവിന് ഏറെ ഇഷ്ടമെന്നും ഇവർ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഹമാസ് ഭീകരർ ഇസ്രായേൽ സൈനികയെ ക്രൂരമായി പീഡിപ്പിച്ചു കൊന്ന് നഗ്നമാക്കി റോഡിലൂടെ വലിച്ചിഴച്ചതും അവരെ ക്രൂരമായി പീഡിപ്പിക്കുന്നതും കണ്ടപ്പോഴും ഇവരുടെ മനുഷ്യ മനസാക്ഷി വർക്ക് ചെയ്യാത്തത് ഇവരുടെ ഉള്ളിൽ മനുഷ്യന്റെ മനസാക്ഷിയല്ല, മതത്തിന്റെ മനസാക്ഷി ആയതുകൊണ്ടാണ്. അവരുടെ 6-ാം നൂറ്റാണ്ടിന്റെ കിതാബിന്റെ നിയമപ്രകാരം അവൾ ജൂത പെണ്ണാണ്, അവൾ പീഡിപ്പിക്കപ്പെടേണ്ടവളാണ്, അവൾ കൊല്ലപ്പെടേണ്ടവളാണ്, അവൾ ഈ ലോകത്ത് ജീവിക്കേണ്ടവളല്ല എന്ന രൂപത്തിലാണ് ഇവിടെ ആശയങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്നത്. അവരുടെ സ്വത്തുവകകൾ കവർച്ച ചെയ്യാം, അവരുടെ ശരീരം മുസ്ലിം പുരുഷന് സുഖിക്കാനും ആസ്വദിക്കാനും വേണ്ടി അല്ലാഹു സൃഷ്ടിച്ചതാണ്, അത് പാപമല്ല എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഈ രൂപത്തിൽ ചിന്തിക്കുന്ന ഒരു ജനവിഭാഗത്തിന്റെ കയ്യിൽ ഈ ജനാധിപത്യ രാജ്യത്തിന്റെ താക്കോല് ലഭിച്ചാൽ മനുഷ്യ മനസാക്ഷി മാത്രമല്ല മാനവകുലം ഉന്മൂലനം ചെയ്യപ്പെടുന്നതിന് സാക്ഷിയായി മാറേണ്ടി വരും. വിഗ്രഹാരാധകരെ ആക്രമിക്കുന്നത് തെറ്റല്ല, വിഗ്രഹാരാധകരായ ഇന്ത്യക്കാരെ ആക്രമിക്കുന്നത് പാപമല്ല എന്ന് നസാഇ റിപ്പോർട്ട് ചെയ്യുന്ന 3117 ഹദീസിൽ പറയുന്നുണ്ട്. ഇങ്ങനെ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിന്റെ വക്കിലും മൂലയിലും പിടിച്ചു കടിച്ചു തൂങ്ങി 6-ാം നൂറ്റാണ്ടിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട സംസ്കാരത്താൽ നിർമ്മിക്കപ്പെട്ട പുസ്തകങ്ങളുടെ അക്ഷരങ്ങളിൽ വള്ളിയിലും പുള്ളിയിലും കടിച്ചു തൂങ്ങി ഈ രാജ്യത്തിന്റെ സമാധാനത്തെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളെ, അവരുടെ ഗ്രന്ഥങ്ങളെ, അവരുടെ സംഘടിതമായ നീക്കങ്ങളെ രാജ്യം മനസ്സിലാക്കാത്തിടത്തോളം കാലം നമ്മുടെ രാജ്യത്തിൽ സമാധാനം അജ്ഞാതമായിരിക്കും. ഇസ്ലാമിനോളം മതവെറിയുള്ള മറ്റൊരു പ്രസ്ഥാനവും മറ്റൊരു മതവും ഖുർആനോളം വർഗീയതയുള്ള മറ്റൊരു ഗ്രന്ഥവും ഈ ലോകത്ത് നിർമ്മിക്കപ്പെട്ടിട്ടുണ്ടാകില്ല. ബിജെപിയുടെയും സംഘികളുടെയും ഒക്കെ അസഹിഷ്ണുതയെ പറ്റി വാദോരാതെ സംസാരിക്കുന്ന ആളുകളുടെ സഹിഷ്ണുതയെ കുറിച്ചിട്ടുകൂടെ ഒന്ന് പറയണം. ഏക സിവിൽ കോഡ് വരണം, NRCയും CAAയും നടപ്പിലാക്കപ്പെടണം. ഇവിടത്തെ മതപ്രീണനത്തിന്റെ മൂനയൊടിക്കണം. തീവ്രവാദികളെയും തീവ്രവാദ സംഘടനകളെയും നിലയ്ക്ക് നിർത്താൻ സാധിക്കണം. അങ്ങനെ ഈ രാജ്യത്ത് സമാധാനം പുലരണം. ഭീകരരെ വളർത്തുന്ന രൂപത്തിലുള്ള തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ള മതപഠനങ്ങളും അത്തരത്തിലുള്ള മദ്രസ അധ്യാപകരെയും നിലയ്ക്ക് നിർത്താൻ സാധിക്കണം. ആ രൂപത്തിലുള്ള പഠനങ്ങളെ നിരോധിക്കാൻ ഒരു ഭരണകൂടത്തിന് സാധിക്കണം. ഇവിടെ ജനാധിപത്യ ഭരണകൂടത്തിന് കീഴ്പ്പെട്ട് ജനാധിപത്യ ഭരണഘടന അനുസരിച്ച് ഇവിടത്തെ ബഹുസ്വരതയെ ബഹുമാനപൂർവം കണ്ട് മനുഷ്യനെ മനുഷ്യനായി തന്നെ കണ്ട് അപരന്റെ മതത്തെയും അപരന്റെ വിശ്വാസങ്ങളെയും ഹനിക്കാതെ സ്വന്തം മതത്തിലുള്ള വിശ്വാസങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന മതവിഭാഗം മതി എന്ന് തീരുമാനിക്കാൻ സാധിക്കണം. ഇവിടെ മനുഷ്യർ പരസ്പരം ബഹുമാനിച്ചും സ്നേഹിച്ചും സഹകരിച്ചും പങ്കുവച്ചും ജീവിച്ചിട്ടുള്ള ചരിത്രമാണ് നമുക്കറിയുന്നത്. അതേ ചരിത്രം തന്നെയാണ് ഈ ഭാരതത്തിന്റെ ചരിത്രവും, അത് തന്നെയാണ് നമുക്ക് താല്പര്യവും. ആ രൂപത്തിലുള്ള ഒരു ഭാരതത്തെയാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. അത്തരത്തിലുള്ള ഒരു ഭാരതത്തെയാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ മതത്തിന്റെ പേരിൽ പരസ്പരം മതവെറിയോടെ ചീറിപ്പാഞ്ഞെടുക്കുന്ന ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും പരസ്പരം വേർതിരിക്കുന്ന രൂപത്തിലുള്ള ഒരു പഠന സംവിധാനം നമ്മുടെ നാട്ടിൽ നിന്നും പോകേണ്ടുന്ന ഒരു സാഹചര്യമുണ്ട്. നമ്മളൊക്കെ പഠിച്ചതും വളർന്ന കാലഘട്ടത്തിലും ഒക്കെ നോക്കുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മുടെ സുഹൃത്തിന്റെ മതത്തെ കുറിച്ച് നോക്കിയിട്ടില്ല. നമ്മുടെ മാതാപിതാക്കൾ ഒരിക്കലും നമ്മുടെ കൂട്ടുകാരുടെ മതം എന്താണ്, ജാതി എന്താണ്, വർഗം എന്താണ്, വർണ്ണം എന്താണ്, അവൻ ഏത് സംഘടനാ വിഭാഗക്കാരനാണ് എന്ന് നോക്കിയിട്ടില്ല. പക്ഷെ ഇന്ന് നമുക്ക് നമ്മുടെ മക്കളുടെ സുഹൃത്തുക്കൾ ആരാണ് എന്ന് നോക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നമ്മുടെ നാടിന്റെ മതേതരത്വം അപകടകരമാം വിധം വളർന്നു പോയത് കൊണ്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നരേന്ദ്രമോദി ആയിരുന്നില്ല ഈ രാജ്യം ഭരിച്ചിരുന്നതെങ്കിൽ
പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാൻ കഴിയുമായിരുന്നു. പോപ്പുലർ ഫ്രണ്ടിനെ വളർത്തിക്കൊണ്ടുവരാൻ ഈ എല്ലാ കാലഘട്ടത്തിലും നമ്മുടെ നാട്ടിലെ ഇടതു വലത് സർക്കാരുകൾ അഹോരാത്രം പരിശ്രമിച്ചപ്പോൾ ഈ രാജ്യത്തിന്റെ മതേതരത്വത്തെ കാർന്നു തിന്നുന്ന ഈ ഭീകര വിഭാഗം ഈ നാട്ടിൽ എത്ര പെട്ടെന്നാണ് ഇവർ വളർന്നു പടർന്നു പന്തലിച്ചത് എന്ന് ആലോചിച്ച് നോക്കിക്കേ. നരേന്ദ്രമോദി ഒന്ന് ഇറങ്ങി നിന്നപ്പോൾ, ഒന്നാഞ്ഞു നിന്നപ്പോൾ അജിത് ഡോവലും സംഘവും ഈ രാജ്യത്തിന്റെ താല്പര്യത്തോടൊപ്പം ചേർന്ന് നിന്നപ്പോൾ ഈ രാജ്യത്തിന്റെ മതേതരത്വത്തെ കാർന്നു തിന്നുന്ന ക്യാൻസറാണ് അവരെന്ന് മനസ്സിലാക്കിയപ്പോൾ ആ സംഘടനയെ നിരോധിക്കാൻ തയ്യാറായിരിക്കുന്നു. ആ സംഘടനയെ എല്ലാ മുസ്ലിങ്ങളും അനുകൂലിക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല. അവരുടെ തീവ്രവാദത്തോട് പ്രതികൂലിക്കാത്ത ആളുകൾ, അവരുടെ തീവ്രവാദത്തെ സംബന്ധിച്ച് വിമർശിക്കാത്ത ആളുകൾ, അതല്ല ശരിയായ ഇസ്ലാം അല്ല എന്ന് പറയാൻ ഒരു വിഭാഗം ആളുകളുണ്ട്. പക്ഷേ പോപ്പുലർ ഫ്രണ്ട് ജോസഫ് മാഷിന്റെ വിഷയത്തിൽ നടപ്പിലാക്കിയത് ഖുർആനികപരമായ ശിക്ഷാരീതിയാണ്. അള്ളാഹുവിനെയോ അവന്റെ റസൂലിനെയോ നിഷേധിക്കുകയോ അള്ളാഹുവിന്റെ റസൂലിനെയോ അനുസരിക്കാതിരിക്കുകയോ ചെയ്യുന്ന ആളുകളെ എതിർഭാഗങ്ങളിൽ നിന്ന് കൈകാലുകൾ ഛേദിക്കണമെന്നും അവരെ കൊന്നുകളയണമെന്നും നാട് കടത്തണമെന്നും പറയുന്ന ഖുർആൻ വാചകമാണ് പോപ്പുലർ ഫ്രണ്ട് ഇവിടെ നടപ്പിലാക്കിയത്. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത്തരം ആളുകളെ, അത്തരം സംഘടനകളെ പ്രതിരോധിക്കാൻ നരേന്ദ്രമോദി സർക്കാർ ഉണ്ടായിരുന്നു. അതല്ല നമ്മുടെ നാട്ടിലെ മൗനി ബാബയൊക്കെ ആയിരുന്നെങ്കിൽ ഒരിക്കലും പോപ്പുലർ ഫ്രണ്ടിന്റെ ഒന്ന് രോമത്തിൽ പോലും തൊടാൻ സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് അത്തരക്കാരെ നമ്മൾ ജാഗ്രതയോടുകൂടി കാത്തിരിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ രാജ്യത്ത് സമാധാനം ഉണ്ടാകൂ. എന്നാൽ മാത്രമേ നമ്മുടെ രാജ്യത്ത് അന്യമതസ്ഥരെ ബഹുമാനിക്കുകയും അവരുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും വിശ്വാസങ്ങളെയും മാനിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തെ വളർത്തിയെടുക്കാൻ സാധിക്കൂ. അതല്ലെങ്കിൽ ആടുകളെ കൊണ്ടുവന്ന് ഹേയ് റാമെന്നും ശ്രീറാമെന്നും ഒക്കെ എഴുതി കഴുത്ത് വെട്ടി ഞങ്ങളിതാ രാമനെയാണ് കൊന്നത് എന്ന് പറഞ്ഞ് എതിർഭാഗത്തെ പ്രകോപിപ്പിക്കുന്ന ഒരു വിഭാഗത്തെ വളർത്തിയെടുക്കേണ്ടി വരും. ഇവിടെ ജൈനമത വിശ്വാസികൾ 127 ആടുകളെ 11 ലക്ഷം രൂപ സ്വരൂപിച്ച് വാങ്ങി രക്ഷപ്പെടുത്തിയത് കശാപ്പുകാരന്റെ കയ്യിൽ നിന്നായിരുന്നു. എന്തിനാ? പാവം, അത് ജീവിച്ചോട്ടെ, അതിനെ കൊല്ലണ്ട, അതിന്റെ രക്തം വീഴണ്ട, അതും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശികളാണ് എന്നുള്ള ഇവരുടെ മാനുഷികമായ ചിന്ത കൊണ്ടാണ് അവർക്ക് അതിന് കഴിഞ്ഞത്. അതുപോലെ എല്ലാ മനുഷ്യനും പരസ്പരം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും പങ്കുവെക്കുകയും ചെയ്ത് ജീവിക്കാൻ ഈ രാജ്യത്ത് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നന്ദി. ഇടയ്ക്ക് ഫോൺ സ്വിച്ച് ഓഫ്